നമസ്കാരം. ഒരു നമ്പൂതിരിക്കുട്ടിയെ ഒരു മുസ്ലിം പ്രണയിച്ച് വിവാഹം കഴിച്ചു കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അവൻ 5 ലക്ഷം രൂപ കിട്ടും. അതൊരു നായർ കുട്ടിയാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം. ഇനി ക്രിസ്ത്യാനിയാണെങ്കിൽ കിട്ടും 4 ലക്ഷം. ഇനി ഒരു ഈഴവ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അത് ഹിന്ദുവിൽ ഇനി താഴ്ന്നതാണോ എന്ന് എനിക്കറിയില്ല, 3 ലക്ഷം കിട്ടുള്ളൂ. ഇനി അതൊരു പട്ടികജാതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം. ഈ രീതിയിൽ കെട്ടിക്കൊണ്ടുവരുന്ന കുട്ടികൾക്ക്, കുട്ടി എന്ന് പറഞ്ഞാൽ മൊയ്തീൻ കുട്ടിയോ മൂസക്കുട്ടിയോ അങ്ങനെയുള്ള കുട്ടികൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞത് ഷോൺ ജോർജ് ആണെന്ന് പറയുന്നു. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, നടന്നിട്ടില്ല. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വാർത്ത ഒന്ന് കേൾക്കാം. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതോടെ തീർന്നിട്ടേ പോകട്ടെ. നമ്പൂതിരി കുട്ടിക്ക് 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവക്കുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം തുടങ്ങിയ കൊട്ടേഷനുകൾ ഷോൺ ജോർജ് വെളിപ്പെടുത്തിയ ഒരു വിവരമാണിത്. ഷോൺ ജോർജ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ചേർന്നൊരു അഭിമുഖം നടത്തുന്നതിനിടയിൽ പറഞ്ഞ വിവരം. മതം മാറ്റുന്നതിനായി പ്രണയം നടിക്കുന്ന ലവ് ജിഹാദ് കൊട്ടേഷനുകൾ. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഈ നാട്ടിന് ആവശ്യമാണ് എന്നതാണ് ഒന്നാമത്തത്. ലവ് ജിഹാദ് എന്താണ്? ജിഹാദ് ത്യാഗമാണ്. ത്യാഗം, പ്രേമിച്ചങ്ങോട്ട് ത്യാഗം അങ്ങോട്ട് അനുഭവിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക. അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നൊന്നുമല്ല. ആരെയായാലും പ്രേമിച്ചു കഴിഞ്ഞാൽ അങ്ങ് ജീവൻ അങ്ങോട്ട് കൊടുക്കുക. അതിൽ ജാതി മതമൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ മുസ്ലിങ്ങളെ തന്നെ ആയിരിക്കും പ്രേമിക്കുക, ചിലപ്പോൾ ഹിന്ദു ആയി പോവും, ചിലപ്പോൾ നേരെ തിരിച്ചു ആയി പോവും. കാര്യം ഈ പ്രേമത്തിന് കണ്ണു മൂക്കൊന്നുമില്ലല്ലോ. ഈ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് ഹിന്ദു പെൺകുട്ടിയെ പ്രേമിച്ചു കഴിഞ്ഞാൽ അത് ലവ് ജിഹാദും, ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ചു കഴിഞ്ഞാൽ അത് രാജ്യസ്നേഹവും ആയി മാറുന്നത് ഒരു കാലഘട്ടമാണത്. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതും കൂടി കേൾക്കാതെ പോകരുത് കേട്ടോ. ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല. ഇനി ഷോൺ ജോർജ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവതാരിക പറഞ്ഞ കാര്യം ഒന്ന് പറയാം. നമ്പൂതിരിക്കുട്ടിക്ക് 5 ലക്ഷം രൂപ. നമ്പൂതിരിക്കുട്ടിയെ ഏതെങ്കിലും ഒരു മൂസക്കുട്ടിയോ കോയക്കുട്ടിയോ കല്യാണം കഴിച്ചു കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഈ കോയക്കുട്ടിക്കും മൂസക്കുട്ടിക്കും 5 ലക്ഷം രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് 5 ലക്ഷം രൂപ എന്തിന് മൂക്കിൽ വലിക്കണ്ടാവും എന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ലവ് ജിഹാദിന്റെ എന്ന് പറഞ്ഞാൽ വിവാദമാക്കുന്ന കാലമാണ്. പിന്നെ ആ മൂസക്കുട്ടിയോ മറ്റവനൊക്കെ മര്യാദയ്ക്ക് നടക്കുമെന്നോ എനിക്കറിയില്ല. അതും അറിയില്ല. വിവാദമാക്കുന്നവരുടെ കാര്യം പറയണേ. ഏതായാലും ഒരു ഹിന്ദു കുട്ടിയെ, നമ്പൂതിരി കുട്ടിയെ വഴി പഠിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 5 ലക്ഷം രൂപ കിട്ടുമെന്ന് പറയുന്നത് കുറച്ച് കടന്ന കൈയാണ്. അതുപോലെ നായർ കുട്ടിയും ക്രിസ്ത്യൻ കുട്ടിയും ഈഴവ കുട്ടിയും പട്ടികജാതി കുട്ടിയൊക്കെ ഈ പട്ടികജാതി കുട്ടിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ 2 ലക്ഷം ആകുകയാണ്. അതായത് ജാതിയിലുള്ള വിവേചനം അവിടെ തുകയിലും കൊണ്ടുവരികയാണ്. അതായത് മുസ്ലിം ചെറുപ്പക്കാർ മറ്റു മതസ്ഥരായ പെൺകുട്ടികളെ പ്രേമിച്ച് ലവ് ജിഹാദിലൂടെ കെട്ടിക്കൊണ്ടുവന്നാൽ അവിടെയും ജാതീയമായ വിവേചനം. ഈ പ്രേമിച്ചു കൊണ്ടുവരുന്നത് ഒരു നായർ കുട്ടിയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം, 4 ലക്ഷം കൊടുക്കാം. അതേസമയം ഒരു പട്ടികജാതി കുട്ടിയാണെങ്കിൽ 2 ലക്ഷം കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു വിവേചനമാണ്. ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇവിടുത്തെ മുസ്ലിങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെയൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല, നായരെ നമ്പൂരിയെ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ എന്ന് പറയുന്നത് പോലെ തോന്നുന്നത്. BJP നേതാവ് ഷോൺ ജോർജ് അങ്ങനെ പറയൂല്ലോ എന്ന് എനിക്കറിയില്ല. പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നേതാവാണെങ്കിൽ പറയാൻ സാധ്യതയില്ല. പിന്നെ BJP അത്തരത്തിൽ ചില സംസാരങ്ങൾ പറയുന്നുണ്ടോ? ഉണ്ട്. അതെന്തിനാണെന്ന് കൂടി എനിക്കൊന്ന് പറയാനുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ കുറെ കാലത്ത് ജയിച്ചു വരണമെന്നുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരണമെങ്കിൽ വർഗീയത പറയണം. എങ്ങനെ? പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ കുറ്റം പറയണം. മുസ്ലിം വിഭാഗം രാജ്യദ്രോഹികളാണെന്നും ലവ് ജിഹാദിന്റെ ആൾക്കാരാണെന്നും അവർ പശുവിനെ കൊല്ലുന്നവരാണെന്നും പശു ഇറച്ചി തിന്നുന്നവരാണെന്നും അങ്ങനെയൊക്കെ പറയണം. അതിനുവേണ്ടി ബീഫ് എന്ന് പറഞ്ഞാൽ പശു എന്ന് വരെ പറഞ്ഞു വെച്ചു. അങ്ങനെയൊക്കെ ആക്കി. എന്നാൽ വാസ്തവം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. പശു എന്ന് പറഞ്ഞ ആ മൃഗത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഒരു തരത്തിലും അതിനെ ഭക്ഷിക്കാൻ വേണ്ടി അറുക്കാൻ തയ്യാറാവില്ല. കാരണം ആ രീതിയിൽ അവന്റെ തലച്ചോറിൽ ഈ ഹൈന്ദവ സംസ്കാരത്തിൽ എന്താണോ ഉള്ളത് അത് അവന്റെ തലച്ചോറിലുണ്ട്. കാരണം അവനും ഈ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഉള്ളതാണ്. ഹൈന്ദവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാന്റെ സംസ്കാരം ഞാൻ പറയുന്നത്, ഹിന്ദു മത സംസ്കാരമല്ല. ആ ഹൈന്ദവ സംസ്കാരത്തിന്റെ ആ ഒരു സത്ത അവന്റെ തലയിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പശു എന്ന് പറഞ്ഞാൽ അവനൊരു ദിവ്യമൃഗം തന്നെയാണ് ആ മുസ്ലിമിന്. ഒരു സംശയം വേണ്ട. നേരെ മറിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത, ഈ സംസ്കാരം തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തൊരു മുസ്ലിമിന്റെ കാര്യം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അവർ ചിലപ്പോൾ പശുവിന്റെ അർത്ഥം തിന്നുമായിരിക്കും. ഇവിടെ ആരും തിന്നില്ല, ഞാൻ തിന്നില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 50 വയസ്സായി, ഇതുവരെ ഒരു പശുവിനെ ഇറക്കുന്നതിനെ കണ്ടിട്ടില്ല. ഒരു മനുഷ്യനും പശു ഇറച്ചി തിന്നുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ കേരളത്തിലെ ഒരൊറ്റ ഹിന്ദു വ്യക്തിപരമായി വിളിച്ചു ചോദിച്ചാൽ അവരും ഇത് തന്നെ പറയും. പക്ഷെ എന്നിട്ടും എന്തിനാണ് പശുവിന്റെ പേരിൽ കാര്യങ്ങൾ പറയുന്നത്? അതായത് ഇവിടെ വർഗീയത പറയണം, മുസ്ലിമിനെ കുറ്റം പറയണം. മുസ്ലിം വിഭാഗത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമേ ഇവിടെ ഈ പറഞ്ഞ BJP, RSS, സംഘപരിവാർ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചു വരാൻ കഴിയും. അത്തരത്തിലൊരു സാഹചര്യമാക്കി തീർത്തു ഇവിടെ. അത് BJP മറ്റുള്ളവരാണോ തീർത്തത്? അല്ല.
സോഷ്യൽ മീഡിയയുടെ കാലത്ത് അവരാണുള്ളത് എന്നതുകൊണ്ട് അവരെയാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് നമ്മൾ വെക്കുന്നത്. അതിനു മുമ്പ് കോൺഗ്രസും മറ്റുള്ളവരും ഒക്കെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മളാരും അറിഞ്ഞില്ല. ഇന്ന് അതേ കോൺഗ്രസ് പുണ്യാളം ചമഞ്ഞ് നിൽക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യം വെട്ടിമുറിക്കാൻ സമ്മതിക്കില്ലല്ലോ. സമ്മതിക്കും? അതിന്റെ ആവശ്യം വരില്ലായിരുന്നല്ലോ. ഏത് ജിന്നയായാലും ആരായാലും ഒരു സമവായം നടത്തുമല്ലോ. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വെട്ടിമുറിച്ചു പോയത്? ആ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കണം. അളിയനും അളിയനും കൂടെ സ്ഥലക്കച്ചവടം നടത്തിയതാണെന്നുള്ള കഥയൊന്നും ഇവിടെ ആരും പറയുന്നില്ല. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. ഏതായാലും ആ ചരിത്രമൊക്കെ കഴിഞ്ഞിട്ടാണ് BJP മറ്റുള്ളവരും എത്തുന്നത്. അവരും അത് തുടർന്ന് വരുന്നു. ഇന്ന് കേരളത്തിൽ വോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം വിരോധം പറയണം എന്നൊരു ഗതികേടിലേക്ക് വരുന്നു. സത്യത്തിൽ അതല്ല വേണ്ടത്. ഇന്നത്തെ അവസ്ഥയിൽ BJP സർക്കാർ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ NDA സർക്കാർ എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന ഒരു സർക്കാർ തന്നെയാണ്. നമ്മുടെ ഈ ലോകത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തെ ഒരു സ്ഥാനം ഉറപ്പിച്ചു കൊടുത്ത, ഇപ്പൊ അമേരിക്ക കണ്ടില്ലേ എടുത്ത് കളിക്കുന്നത്, മറ്റുള്ളവരൊക്കെ അടിച്ചിട്ട് നേർക്ക് നേർക്ക് മുട്ടാൻ കഴിയാത്തതുകൊണ്ട് പല രീതിയിൽ പറയാം, വേറെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടത്. ആ തരത്തിലൊരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞ പവർഫുൾ ആയിട്ട് ഒരു പ്രധാനമന്ത്രിയും ഒരു ഭരണകൂടവും ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഇനി ആ വർഗീയത പറയേണ്ട ആവശ്യമില്ല. ഇനി അധികാരത്തിൽ കയറുന്നതിന് ആ വർഗീയതയുടെ ആവശ്യമില്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. കാരണം അത്രത്തോളം വികസനങ്ങളും മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. അത് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. ഏത് വോട്ടർമാർ, അത് ഉത്തരേന്ത്യൻ ജനങ്ങളെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരുടെ നാട്ടിൽ കൂടി കുറച്ച് വികസനങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് പല MLA മാരും അവിടുന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് അവിടെ കാണുന്നതെന്ന് പറയുന്നുണ്ട്. ബീഹാറിന്റെയും മറ്റ് ഉൾനാടുകളിലും ഒക്കെ MLA മാരുണ്ട്. അവരൊന്ന് കാണുക തന്നെ ഇല്ല. ഒരു കുപ്പി 100 രൂപ കൊണ്ട് കൊടുത്താൽ വോട്ടം കൊടുക്കും. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിന് വീണ്ടും ഒരു കുപ്പി 100 രൂപ കൊണ്ട് അടുത്ത വരെ വരും. അങ്ങനെ ഒരു കൂട്ടം ജീവിച്ചിരിപ്പുണ്ടോന്നോലും അറിയാത്ത തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിട്ട് കൊണ്ടുപോകുന്ന നാടാണിത്. നമ്മൾ കേരളത്തിലെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഉത്തരേന്ത്യയെ ചിന്തിക്കരുത്. അപ്പൊ അത്തരത്തിലുള്ള ഉൾനാടുകളിൽ കൂടി കുറച്ച് വികസനം എത്തിച്ചു കൊടുത്തുകൊണ്ട് പിന്നീട് ഈ വർഗീയത പറയാതെ തന്നെ വികസനത്തിന്റെ പേരിൽ വോട്ട് പിടിക്കണം. ഇല്ലെങ്കിൽ രാജ്യം തകർന്നു പോകും. രാജ്യത്തിന് പുറത്ത് രാജ്യം ഏതോ ആനയാണ് ചേനയാണ് എന്ന് പറയുമ്പോഴും രാജ്യത്തിനകത്തെ പോപ്പുലേഷൻ, ഇവിടുത്തെ ജനങ്ങൾ അവർ തമ്മിലടിച്ച് ചാകണമെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് നിന്ന് എന്താ ഗുണമുള്ളത്? അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും മനസ്സിലാക്കണം. വർഗീയത പറയുന്നതിൽ ആരും മോശമൊന്നുമല്ല. BJP-ന്റെ കൊട്ടയിലേക്കാണ് അത് വെച്ച് കെട്ടിക്കൊടുക്കുന്നെങ്കിലും അത് പറയുന്നതിൽ ഇവിടുത്തെ കോൺഗ്രസിനും ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM മോശമൊന്നുമല്ല. അത് കാലാകാലങ്ങളിൽ അവരുടെ നേതാക്കന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മുസ്ലിം രാജ്യമാവെന്നോ കേരളം മുസ്ലിം രാജ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, കേരളം ഭരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു പ്രതിനിധി ഉണ്ടെങ്കിൽ അതിന് പോലും എന്താ പറയാ ചൊറിച്ചിൽ വരുന്നവരാണ് ഇവിടെ ഉള്ളവര്. സത്യത്തിൽ ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ പറയുന്ന BJP നേതാക്കന്മാരെയോ അല്ലെങ്കിൽ വർഗീയത പറയുന്ന മറ്റു നേതാക്കന്മാരെയോ ഒന്ന് വിളിച്ച് സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്ക്. അവർക്ക് സാധുക്കളാണ്, അവർക്ക് യാതൊരു വർഗീയതയും ഇല്ല, ശുദ്ധന്മാരാ. സുരേന്ദ്രനെയൊക്കെ പച്ച വർഗീയത പറയുന്ന ആൾക്കാരായിട്ട് കാണാറുണ്ട്. എന്നാൽ അതേ സുരേന്ദ്രനെ വിളിച്ച് സ്വകാര്യമായിട്ടൊന്ന് ചോദിച്ചു നോക്ക്. ആരെ വിളിച്ചു നോക്കൂ. അത് BJP-ന്റെ ആയാലും RSS-ന്റെ ആയാലും സംഘപരിവാറിന്റെ ആയാലും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ആയാലും ആരുടെ ആയാലും നേതാക്കന്മാരെ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്ക്. അവരൊക്കെ സാധുക്കളാണ് ആ കാര്യത്തിൽ. അവർക്കൊന്നും വർഗീയത പറയണമെന്നോ ഒന്നുമില്ല, ഒരാഗ്രഹവുമില്ല. പക്ഷേ വോട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ പറയണം, അങ്ങനെ പറഞ്ഞാലേ ഭിന്നിപ്പിച്ചാൽ മാത്രമേ കിട്ടൂ എന്നൊരു സാമൂഹിക വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്തിനെ? ഇനി അത് മാറ്റേണ്ട സമയമായില്ലേ? ഇനിയെങ്കിലും വികസനത്തിന്റെ കാര്യങ്ങൾ എടുത്തു വെച്ചു കൊടുത്തുകൊണ്ടതേ ഞങ്ങൾ ചെയ്തു. ഇപ്പൊ പിണറായി സർക്കാർ പറയുന്നുണ്ട് വികസനത്തിന്റെ കാര്യങ്ങൾ. അവർക്കത് പറയാൻ പറ്റുന്നില്ല. നല്ല വികസനം ഇവിടെ നടന്നു. 10 വർഷം കൊണ്ട് വലിയ വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. സംഗതി 1.5 ലക്ഷം കോടി രൂപയുടെ കടം 6.5 ലക്ഷം കോടി എത്തി എന്നുള്ള സംഗതിക്ക് ശരി തന്നെയാണ്. കുറെ മുക്കയൊക്കെ ചെയ്തു, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ, ഒരുപാട് പേരുടെ ജീവിതങ്ങൾ എന്താ പറയാ അത് ഉയർത്തിക്കൊണ്ട് വന്ന ഒരു സർക്കാർ തന്നെയാണ് ഈ സർക്കാർ. അത് പറഞ്ഞ് വോട്ട് പിടിക്കണം. അത് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞാകരുതെന്നാ പറയുന്നത്. അത് പറഞ്ഞ് വോട്ട് പിടിക്കാൻ കഴിയണം. അല്ലാന്നുണ്ടെങ്കിൽ ആ വികസനം കൊണ്ടെന്താ കാര്യമുള്ളത്? ഈ ഇന്ത്യ മഹാരാജ്യം അത് തന്നെ. ഇവിടെ BJP നേതാക്കൾ ഇൻഡിവിജ്വൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് യാതൊരു വർഗീയത ഇല്ലെന്നറിയാം. പക്ഷെ എങ്കിലും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിഷം എന്തിനാണ് ഇറക്കി വിടുന്നത്? ഷോൺ ജോർജ് ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വെക്കണം. ഇവിടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനും ലവ് ജിഹാദിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന രീതിയിലുള്ള ലവ് ജിഹാദിന്റെ പേരിൽ ആരെയും പ്രേമിച്ച് കുഴിയിലാക്കാൻ നോക്കുന്നില്ല. അങ്ങനെ നോക്കിയിട്ട് കാര്യവുമില്ല. അവർക്ക് ജീവിക്കാനും പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല. അല്ല, അതെന്റെ ജോലിയില്ല, ജീവിക്കാൻ പറ്റുന്നില്ല. മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇപ്പൊ ഹിന്ദു കുട്ടികളെ പ്രേമിക്കുന്ന കാര്യം പോട്ടെ, ഹിന്ദു കുട്ടികളുടെ കല്യാണക്കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ സത്യത്തിൽ ഹിന്ദു ചെറുക്കന്മാർക്ക് തന്നെ പെണ്ണ് കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. കാര്യം പെണ്ണ് ആലോചിച്ച് ചെല്ലുമ്പോൾ സർക്കാർ ജോലി ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ നോക്കാം. അവര് തെക്ക് വടക്ക് നടക്കണം. ആ സമയത്താണ് ഒരു വേലയും ഒരു കൂലി ഇല്ലാതിരിക്കുന്ന ഒരുത്തൻ ചെന്ന് പ്രേമിച്ച് കെട്ടുമ്പോൾ കഴുത്ത് നീട്ടി നിന്ന് കൊടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഹിന്ദു പെൺകുട്ടികൾക്കൊക്കെ തലയ്ക്ക് ഓളമല്ലേ ഇങ്ങനെ ഒരുത്തൻ ചെന്ന് കണ്ട് 4 ലക്ഷത്തിനും 3 ലക്ഷത്തിനും കച്ചവടം ഉറപ്പിക്കുമ്പോൾ കഴുത്ത് നീട്ടി കൊടുക്കാൻ. ഇത് പറയാൻ കൊള്ളാം, കേൾക്കാൻ കൊള്ളാം, രസമാണ്, അതിനെ കൊള്ളാവൂ. ഏതായാലും എനിക്ക് പറയാനുള്ളത്
ഇവിടെ വർഗീയതയും മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മുടെ നേതാക്കൾ തന്നെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് വലിയൊരു സാമൂഹ്യ വിപത്തുണ്ട്. ഇതൊക്കെ പാർട്ടിയുടെ നിലപാടാണെന്നും പാർട്ടി അങ്ങനെ തന്നെയാണ് പ്രചരിപ്പിക്കുന്നതെന്നും കരുതിയിട്ട് ഇവിടെയുള്ള കുറെ ആന്റി സോഷ്യലുകളായ ആൾക്കാർ ഈ സമൂഹത്തിൽ വലിയ വിപത്തുകൾ, വലിയ വിഷങ്ങൾ വിതയ്ക്കുന്നുണ്ട്. ആ വിഷം നമ്മുടെ രാജ്യത്തിന് ആപത്താണ്. കേവലം വോട്ട് പിടിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തിനോ വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാതെ തങ്ങളുടെ ഉള്ളിൽ ആ വിഷമില്ല എന്ന് അവർ ഈ ജനങ്ങളോട് പറയുന്നില്ല, തങ്ങളുടെ അനുയായികളോട് പറയുന്നില്ല. അതുകൊണ്ട് ഇന്ന് പറയണം, അല്ലെങ്കിൽ ആ പറച്ചിലൊന്ന് നിർത്തിയാൽ മതി. കാര്യം ഈ രാജ്യം ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോട്ടെ. Different angles. Don't forget to subscribe and support this channel.